ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടി വരുന്ന റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആണ് നോക്കുന്നത്. രഹസ്യമായിട്ട് എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസത്തെ എനർജിയാണ്. റീഡിംഗ് കാണുന്ന എല്ലാവരും ഒരേ എനർജി അല്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ റീഡിംഗ് വാലിഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, ഇല്ല വെച്ചാൽ വിട്ടുകളയാം. കാർഡ് വീണിട്ടുണ്ട്, ഒത്തിരി കാർഡ് വീണിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ ഷഫിൾ ചെയ്യാം. ഓരോരോ കാർഡ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. Men souls, stability, stay vigilant, love stories, two sides, choose wisely, expression, tenderness, control, സെലിബ്രേഷൻ. ഇത്രയും മതി. ഇത്രയും കാർഡ്സിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന രഹസ്യമായിട്ടുള്ള ഫീലിങ്സിനെ, സീക്രട്ടിനെ നമ്മൾ നോക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലായാലും ലെസ് കോണ്ടാക്റ്റ് ആയാലും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് എന്താണ് നമുക്ക് നോക്കാം. സെലിബ്രേഷൻ എന്നുള്ളൊരു കാർഡ് അവസാനം കഴിയിട്ടുള്ള കാർഡാണ്. അവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ. ടേക്കിംഗ് ടൈം ടു അപ്രീഷിയേറ്റ് ദ ഗുഡ് തിങ്സ്. എന്തുകൊണ്ടാണ് അവസാനം കിട്ടിയിട്ടുള്ള കാർഡ് ഞാൻ ആദ്യം എടുത്തതെന്ന് അറിയോ? ഒത്തിരി പേർക്ക് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് സംശയമുള്ളതായിട്ട് തോന്നുന്നു. സാധിക്കുമോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ചിന്തയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ആൻസർ കിട്ടണം അല്ലേ? അതിനായിട്ടാണ് അവസാനം കിട്ടിയിട്ടുള്ള കാർഡ് ആദ്യം പറയുന്നത്. ഇവിടെ നല്ല കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് സമയമെടുക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത് അത് നിങ്ങൾ ഒരുമിച്ചുണ്ടാകേണ്ടത് തന്നെയാണ്. വ്യക്തികളുടെ ഇടപെടലുണ്ടാകാം, സാഹചര്യങ്ങളെ തിരിച്ചറിയണം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയാണ്. ഹാപ്പി ഡേയ്സ് പാർട്ടിങ്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന സന്തോഷകരമായ ദിവസങ്ങളാണ് ഇനിയുള്ളത്. ചിലവർക്ക് കാലതാമസം എടുക്കുമായിരിക്കാം, ചിലവർക്ക് പെട്ടെന്ന് സാധിക്കുമായിരിക്കാം. അത് നിങ്ങളുടെ ഓരയും അവരുടെ ഓരയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു വൈബ് സെറ്റ് ആകുമ്പോഴാണ്. ഇതിനിടയിൽ നെഗറ്റീവ് വ്യക്തികൾ എനർജീസ് ഉണ്ടെങ്കിൽ ഡിലേ വരും. അതുതന്നെയാണ് ചില വ്യക്തികൾക്ക് ഡിലേ വരുന്നത്. നല്ല കാര്യമാണെങ്കിൽ ഇവിടെ സമയമെടുക്കുമെന്നാണ്. നിങ്ങൾ യൂണിവേഴ്സിലാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ പ്രപഞ്ചം നിങ്ങൾക്ക് സഹായവുമായിട്ട് എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഓരോ കാർഡ്സും പറയുന്നത്. സെക്കൻഡ് കാർഡ് പറയുന്നത് കൺട്രോൾ എന്നാണ്. ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ബോത്ത് ആക്ഷൻസ് ആൻഡ് ഇമോഷൻസ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സംഭവിക്കുന്നത് അവരുടെ പ്രവൃത്തികൾക്കും വികാരങ്ങൾക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നാണ്. അവിടെ അവർ കൺട്രോൾ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അവര് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമേൽ ആഗ്രഹിക്കുമ്പോൾ പോലും അവരിലെ ഉത്തരവാദിത്തങ്ങളാണ്, റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ തടസ്സമായി നിൽക്കുന്നത് ഈ റെസ്പോൺസിബിലിറ്റീസ് ആണ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്.
സ്റ്റെപ്പിംഗ് അപ്പ്, സ്റ്റിയറിംഗ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവര് ആ ഒരു സ്റ്റെപ്പ് വെക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യമാണ് പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യപ്പെട്ട് നിൽക്കുകയാണ് എന്ന് പറയുന്നു. ടെൻഡർനെസ്, having a gentle spirit and being able to care deeply. സൗമ്യമായ മനസ്സും ആഴത്തില് കരുതാനായിട്ടുള്ള കഴിവും ഉണ്ടായിരിക്കുക എന്ന് പറയാണ്. അപ്പോൾ അവര് സൗമ്യമായി തന്നെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുവാനായിട്ട്, ആ കരുതൽ നിങ്ങൾക്ക് തരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഈ പിക്ചർ നോക്കി തന്നെ മനസ്സിലാകുന്നത് നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നു തന്നെയാണ്. റിയൽ ഡീലാണ്, ഗുഡ് മാച്ചാണ്. അപ്പോൾ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് എവിടെയും എന്തായി പോവില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. സമയമെടുക്കാം. യൂണിവേഴ്സിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട്, ആ നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എക്സ്പ്രഷൻസ്, ബീയിങ് ഏബിൾ ടു ഷെയർ യുവർ ഫീലിങ്സ് ഓപ്പൺലി. നിങ്ങളുടെ വികാരങ്ങൾ തുറന്ന് പങ്കുവയ്ക്കാൻ കഴിയുക എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവരുടെ ഫീലിങ്സ് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ അവർ അന്വേഷിക്കുന്നുണ്ട്, സെർച്ച് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ടാവാം, കോൾ ചെയ്യാൻ നോക്കുന്നുണ്ടാവാം. പക്ഷെ ചെറിയ തടസ്സങ്ങളാണ് കാണിക്കുന്നത്. കുറെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്ന് പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നു. വൾനറബിൾ, ഹോണസ്റ്റി എന്നാണ്. സത്യസന്ധമായിട്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോ ദുർബലനായ ഒരു വ്യക്തിയെ കാണിക്കുന്നു, പക്ഷെ അവരുടെ സ്നേഹം എന്ന് പറയുന്നത് സത്യസന്ധമാണെന്ന് പറയുന്നു. ചൂസ് വൈസ്ലി, കൺസിഡർ ലോങ് ടേം ഇഷ്യൂസ് ബിഫോർ യു കമ്മിറ്റ്. അപ്പൊ അവരുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും അവരും സെപ്പറേഷനിൽ വരാൻ കാരണം പാസ്റ്റില് നിങ്ങളും അവരും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ ചിന്തിക്കുന്നത്. ആ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കണം, പരിഹരിക്കണം. അത് തീർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നായി കഴിഞ്ഞാലും ആ പ്രശ്നങ്ങൾ അവിടെ കിടന്ന് പിന്നെ വേറൊരു പ്രശ്നമായിട്ട് മാറും. അപ്പൊ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് അവർ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതിനായിട്ട് ഒരു വെയിറ്റ് ചെയ്യുന്നു. കോംപ്രമൈസ് എന്നാണ് പറയുന്നത്, ട്രസ്റ്റ് എന്നാണ്. അപ്പോൾ നിങ്ങളും അവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് സമയമായി എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. കോംപ്രമൈസ് ചെയ്യാനായിട്ട് സമയമായി, വിശ്വസിക്കാമെന്നാണ് പറയുന്നത്. അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ടു സൈഡ്സ്, നാവിഗേറ്റ് ദി ഡെലിക്കേറ്റ് ബാലൻസ് ഓഫ് ഗിവ് ആൻഡ് ടേക്ക്. ഇവിടെ കൊടുക്കൽ വാങ്ങലുകളിൽ ഒരു ബാലൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടാകാത്തൊരു കാര്യമാണ് അല്ലേ, ഒരു ബാലൻസ് ഇല്ലായ്മ. അത് ഇനി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഈ ഒരു ബന്ധത്തിലൊരു സ്ഥിരത വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. പാസ്റ്റിൽ നിങ്ങളും അവർ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് കോംപ്രമൈസ് വേണം, ബാലൻസ് വേണം. ടൈം അവേർഡ് സ്റ്റോറീസ്. അപ്പോൾ നിങ്ങളും അവർ തമ്മിലുള്ള സ്റ്റോറീസ്, പാസ്റ്റിലെ നിങ്ങളുടെ ജീവിതത്തെ അവർ ഓർത്തെടുക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇന്ന് അവർ എഫേർട്ട് എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനായിട്ടുള്ളൊരു സമയമായി എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ ടൈം കാർഡ് പോലെയാണ്, ഒരു ക്ലോക്കിനെയാണ് കാണിക്കുന്നത്. അപ്പൊ സമയമായിട്ടുണ്ട്. ലവ് സ്റ്റോറീസ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് സേയിങ് വാട്ട് നീഡ്സ് ടു ബി സെഡ്. പറയേണ്ട കാര്യങ്ങൾ പറയുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുക എന്നുള്ളൊരു കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുക തന്നെ വേണം. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നത്. ഒത്തിരി കാര്യങ്ങൾ അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. അവരുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണ് എന്ന് പറയാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ടച്ച്, ലവ്, ട്രസ്റ്റ്, ടോക്ക് എന്നാണ്. അപ്പോൾ നിങ്ങളും അവരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്, കടുത്ത സ്നേഹത്തെയാണ്. അപ്പോൾ അവർ സത്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളോട് അത്രയേറെ സ്നേഹം ഉണ്ടായിരുന്നു, ഏതൊരു കാര്യത്തിനാണ് മാറിപ്പോയിട്ടുള്ളത്, എന്തൊക്കെയാണ് അവരിലെ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അവർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെയേറെ സ്നേഹം നിങ്ങളോട് അവർക്ക് തോന്നുന്നുണ്ട്. ആ ഒരു രഹസ്യമാണ്
അവർ മനസ്സിൽ സൂക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നത്. സ്റ്റേ വിജിലന്റ്, സെറ്റ് ക്ലിയർ ബൗണ്ടറീസ് ടു എൻഷുർ യുവർ വെൽ ബീയിങ്. അപ്പോൾ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ നന്മ അല്ലെങ്കിൽ ക്ഷേമം ഉറപ്പാക്കാനായിട്ട് വ്യക്തമായ അതിർവരമ്പുകൾ സൃഷ്ടിക്കാൻ. അപ്പോൾ നിങ്ങളും അവരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരണമെങ്കിൽ ശക്തമായിട്ട് എന്ത് വേണം? അതിർവരമ്പുകൾ വേണം. നെഗറ്റീവ് വ്യക്തികളെ ഒരു കൈയകലം നിർത്താനായിട്ട് ശ്രമിക്കുക എന്ന് തന്നെയാണ് അവരും ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരാണെന്ന് നിങ്ങൾ പേഴ്സൺ ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു എന്നാണ്. അപ്പം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്, അതിർവരമ്പുകൾ സൃഷ്ടിക്കുക. നല്ല രീതിയിൽ നിങ്ങളുടെ ബന്ധം പോകണമെങ്കിൽ ചില വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട് എന്നാണ് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എവർ ഹെൽത്തി കൺട്രോൾ എന്നാണ്. അപ്പോൾ വളരെയേറെ സൂക്ഷ്മതയോട് കൂടിയിട്ട്, അപ്പോൾ നിങ്ങളെ ബോധവൽക്കരിക്കാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ബന്ധം നല്ല രീതിയിൽ പോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങളിൽ നിയന്ത്രണം വേണമെന്ന് പറയുന്നു, ചില വ്യക്തികളെ ഒഴിവാക്കണമെന്ന് പറയുന്നു. അപ്പോൾ അത് തന്നെയാണ് അവരുടെ മനസ്സിൽ അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമായിട്ട് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നത്. ഒഴിവാക്കേണ്ട വ്യക്തികളെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നാണ്. ഫൈൻഡിങ് യുവർ ബാലൻസ് ആൻഡ് നോട്ട് റോക്കിംഗ് ദി ബോട്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്ഥിരതയുള്ള ബന്ധമായിരിക്കണം. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ വേണം, അടിത്തറ വേണം എന്ന് പറയുകയാണ്. ഇവിടെ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ? അതെങ്ങനെയാണ്? അത് വീഴാതിരിക്കാൻ എങ്ങനെ ബാലൻസിൽ വെക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ആയിരിക്കണം ജീവിതം എന്നാണ്. അത് ശരിയായ രീതിയിൽ വെച്ചിട്ടില്ലെങ്കിൽ ഓരോരോ കല്ലുകളായിട്ട് താഴെ വീണ് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത എഫേർട്ട് എന്ന് പറയുന്നത് വ്യക്തമായി പോകും, ഒന്നുമില്ലാതാവും. അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സംഭവിച്ചത് സംഭവിച്ചു, ഇനി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ വേണം എന്ന് പറയാണ്, അല്ലെങ്കിൽ അത് ഇളകിപ്പോകുമെന്ന് പറയാണ്. മെൻ സോൾ, ലവ് വിത്ത് പേർപ്പസ്, ഹീൽ വിത്ത് കമ്പാഷൻ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ലക്ഷ്യബോധത്തോടെ സ്നേഹിക്കാനാണ്, അനുകമ്പയോടെ സുഖപ്പെടുത്താനാണ്. അപ്പോൾ നിങ്ങളും അവരും ഒന്നാകണമെങ്കിൽ ലക്ഷ്യബോധം വേണം. ഇതുവരേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്നുള്ള ചിന്ത വേണം. ആരൊക്കെ ഒഴിവാക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. പിന്നെ അനുകമ്പയോടെ, അനുകമ്പ കാട്ടേണ്ട വ്യക്തികളുണ്ട്, അവരോട് അനുകമ്പ കാട്ടുക തന്നെയാണ് വേണ്ടത്. ഹീലിംഗ് ആണ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങളും അവരും ഒന്നാകേണ്ട സാഹചര്യം ഫാസ്റ്റ് ആകുള്ളൂ എന്ന് യൂണിവേഴ്സ് പറയാണ്. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലൂടെ പോകുന്ന കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാർഡ്സിലൂടെ കാണിച്ചു തന്നേക്കാണ്. എംപതി, ഫോർഗിവ്, റിന്യൂ. എന്താണ് യൂണിവേഴ്സ് പറയുന്ന കാര്യം? സഹാനുഭൂതി വേണമെന്നാണ്, ക്ഷമിക്കുക എന്നാണ്. പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്നല്ല. ആ പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ മാറിക്കൊണ്ട് ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നാണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ കൂടിച്ചേരലിനെ, സന്തോഷകരമായ ജീവിതത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഒഴിവാക്കേണ്ട വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക, ബൗണ്ടറീസ് വെക്കുക. സൂക്ഷ്മമായിട്ട് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചിന്തിച്ചുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ എന്ന് യൂണിവേഴ്സ് പറയുകയാണ്, അല്ലേ? എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം തെറ്റുപറ്റാം, അല്ലേ? നിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. തെറ്റുപറ്റാം, തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്താൻ ശ്രമിക്കണം. വ്യക്തികളുടെ ഇടപെടൽ നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ട്, അത് മനസ്സിലാക്കുക എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നേ. 3 കാർഡും കൂടി എടുക്കുകയാണ് ഞാൻ. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യത്തെ ഞാൻ നോക്കുന്നേ കേട്ടോ. ഡിസ്റ്റൻസ് എന്ന് തന്നെയാണ്, അല്ലേ? നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഡിസ്റ്റൻസിലാണ്. ചലഞ്ചസ് ദാറ്റ് ക്രിയേറ്റ് സ്പേസ് ബിറ്റ്വീൻ യു. നിങ്ങൾക്കിടയിൽ കുറച്ച് വെല്ലുവിളികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും അവരും സെപ്പറേഷനിലായിട്ടുള്ള ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്കിടയിലുള്ള വെല്ലുവിളികളെ യൂണിവേഴ്സ് കാണിച്ചു തരാണ്. നിങ്ങളുടെ മനസ്സിലും അത് തന്നെയാണ് പോകുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല.
പഴയതുപോലെ അവരെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് അറിയുന്നില്ല. സ്നേഹമുണ്ട്, ഇല്ല എന്നല്ല. പഴയതുപോലെ പറ്റുമോ? കാരണം അത്രയേറെ നിങ്ങൾ വേദനിച്ചിട്ടുണ്ട്. ലോങ് ഹോൾ, ഔട്ട് ഓഫ് ടച്ച്. ദീർഘദൂരം എന്നാണ് പറയുന്നത്. സ്പർശനത്തിന് അതീതമായത്. നിങ്ങൾക്ക് അവരെ തൊടാൻ സാധിക്കുന്നില്ല എന്നാ പറയുന്നത്. അത്രയേറെ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിനെ അത് ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്ന നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഫട്ടറിങ് ഹേർട്ട് എന്നാണ്. എൻജോയ് ദ റൊമാൻസ് ആൻഡ് ഡിസൈഡ് ഇഫ് യു വാണ്ട് മോർ. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് സന്തോഷിക്കാനാണ്. പ്രണയം ആസ്വദിക്കുക. ഇനിയും വേണോ എന്നാ ചോദിക്കുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണോ അവരുടെ സ്നേഹം എന്നാണ്. അപ്പൊ നിങ്ങളുടെ കണ്ണീര്, നിങ്ങളുടെ വേദന യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പാസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കാത്തൊരു സ്നേഹം നിങ്ങളിലേക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനിയും വേണോ വേണോ എന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുക. ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പേഴ്സൺ റീഡിങ്ങിന് വന്ന ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ. ഒരിക്കലും നെഗറ്റീവിനെ നമ്മളിലേക്ക് ആകർഷിക്കരുത്. എന്ത് സംഭവിച്ചോട്ടെ, നമുക്ക് ചുറ്റും എന്ത് സംഭവിച്ചോട്ടെ, നമ്മളുടെ ചിന്തകൾ എന്ന് പറയുന്നത് പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കണം. ട്രസ്റ്റ് വേണം. ആരിൽ? യൂണിവേഴ്സൽ ട്രസ്റ്റ് വേണം. എൻ്റെ പ്രപഞ്ചം എനിക്ക് എല്ലാം തരും, ഞാൻ ആഗ്രഹിച്ചു തരും എന്നുള്ള വിശ്വാസമാണ് ഇവിടെ ആദ്യം വേണ്ടതെന്ന് പറയുകയാണ്. സ്വീറ്റ് ഫീലിങ്സ് ഫ്യൂച്ചർ. നിങ്ങളുടെ ഫ്യൂച്ചറാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അത്രയും മധുരമുള്ള ഫീലിങ്സ് ആണ് നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നത്. ഈ ബന്ധം എങ്ങനെ തുടങ്ങണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ മനസ്സ് കുറച്ച് വേദനിച്ചിട്ടുണ്ട്. യൂണിവേഴ്സ് പറയുന്നത് ഇനി എങ്ങനെ തുടങ്ങണമെന്നാണ്. ടേക്ക് യുവർ ടൈം ആൻഡ് ബിൽഡ് യുവർ ലവ് സ്ലോലി വിത്ത് കെയർ. അപ്പോൾ ബേബി സ്റ്റെപ്സ് വെക്കുക. നിങ്ങളുടെ സമയമെടുത്ത് നിങ്ങളുടെ സ്നേഹം വളർത്തിയെടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയം വേണമെന്ന് യൂണിവേഴ്സ് പറയുന്നു. അത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന കാര്യം. അപ്പോൾ പൂർണ്ണമായിട്ടും അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ച് സമയമെടുക്കുമെങ്കിലും നിങ്ങൾ അവരിലേക്ക് തന്നെയാണ്. അത് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ മനസ്സ് അത്രയേറെ വേദനിച്ചു, അസ്വസ്ഥമാണ്, എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് അറിയുന്നില്ല. ആ ഒരു തീരുമാനത്തിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുകയാണ് നിങ്ങളെ. പതുക്കെ പതുക്കെ ആ സ്നേഹം വളർത്തിയെടുക്കുക. അപ്പോൾ ഞാൻ റീഡിങ് നിർത്തട്ടെ. ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, ഇല്ല വെച്ച് കഴിഞ്ഞാൽ വിട്ടുകളയാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം നിംസ്.